മഹാശിവരാത്രി ഏറ്റവും മനോഹരമായി ആഘോഷിക്കപ്പെടുന്നത് പെരിയാറിന്റെ തീരത്തെ ഈ ആലുവ മണപ്പുറത്താണ്. കാറ്റിനും മഴയ്ക്കും പുഴയ്ക്കും സർവ്വജന്തുജാലങ്ങൾക്കും ആത്മാക്കൾക്ക് പോലും എപ്പോഴും കടന്നു ചെല്ലാവുന്ന മഹാദേവന്റെ സന്നിധിയിൽ ഈ ദിവസം രാത്രി പകലാക്കിക്കൊണ്ട് ജാതിമത ഭേദമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. ശ്രീരാമചന്ദ്രൻ ബലിതർപ്പണം നടത്തിയ ഈ പൂർണ്ണ നദിക്കരയിൽ ഇരുന്നു കൊണ്ട് പിതൃക്കളുടെ മോക്ഷത്തിനായും അനുഗ്രഹത്തിനായും പ്രാർത്ഥിച്ചുകൊണ്ട് തർപ്പണം നടത്തുന്നവർ, മണ്ണെണ്ണ വിളക്കിന്റെ ഇത്തിരി വെട്ടത്തിൽ കൈനോക്കിയും മുഖലക്ഷണം പറഞ്ഞും തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചും ഭാവി പറയുന്ന മനുഷ്യർ, അവർക്ക് ചുറ്റും കൂടിയിരുന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ ആ പ്രവചനങ്ങൾ കേൾക്കുന്ന വളരെ സാധാരണക്കാരായ ചില മനുഷ്യർ, പൊരിയും മുറുക്കും അലുവയും ഈന്തപ്പഴവും പലതരം അച്ചാറുകളും കരിമ്പിൻ ജ്യൂസും വിൽക്കുന്ന കടകൾ, പലവിധ വറപൊരി പലഹാരങ്ങളും മറുനാടൻ രുചികളുമൊക്കെ വിളമ്പുന്നവർ, കൽച്ചട്ടികൾ, മൺപാത്രങ്ങൾ, ചെടികൾ, അലങ്കാര വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, വർണ്ണ ബലൂണുകൾ, കമ്മലുകൾ, അങ്ങനെ അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഈ രാത്രി ആഘോഷമാക്കുന്നവർ, ചെറിയ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഒരു കൂട്ടർ, ഭിക്ഷയാചിക്കുന്നവർ, പിടിച്ചു പറിക്കാർ, എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഈ രാത്രി അപകടങ്ങളൊന്നുമില്ലാതെ കഴിച്ചെടുക്കാൻ പാടുപെടുന്ന പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേരുന്നതാണ് ആലുവ മണപ്പുറത്തെ ശിവരാത്രി. ഈ ആൾക്കൂട്ടത്തിനിടയിൽ, ഈ ബഹളങ്ങൾക്കിടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാദേവനെ ആണെങ്കിൽ, നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലുമെല്ലാം നിങ്ങൾക്ക് ആ ചൈതന്യം കണ്ടെത്താനാവും.